നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ കൊളംബിയയുമായിട്ട് 1-1 സമനില പിടിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരായിട്ടാണ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരായതുകൊണ്ട് തന്നെ ബ്രസീലിന് ഉറുഗ്വായാണ് ഇനി ക്വാർട്ടർ ഫൈനലിൽ എതിരാളികളായിട്ട് വരുന്നത്. ബ്രസീൽ വേഴ്സസ് ഉറുഗ്വായ് ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നത് ജൂലൈ 6-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ 7-ന് രാവിലെ 6:30, അതായത് വരുന്ന ഞായറാഴ്ച രാവിലെ 6:30 ബ്രസീൽ ഉറുഗ്വായി ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുക. ഈ ക്വാർട്ടർ മത്സരം കളിക്കാൻ ബ്രസീലിന്റെ സൂപ്പർ താരം വിനി ജൂനിയർ ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ കോപ്പ അമേരിക്കയിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു താരം വിനിയാണ്. വിനി കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തി, പക്ഷെ ഇന്ന് കൊളംബിയക്കെതിരെ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനാവശ്യമായിട്ട് എന്ന വണ്ണമാണ് 7-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ആ ഒരു യെല്ലോ കാർഡ് കാണുന്നത്. ഓൾറെഡി ഒരു യെല്ലോ കാർഡുള്ള താരം അങ്ങനെ അക്യുമുലേറ്റഡ് യെല്ലോ കാർഡിന്റെ പേരിൽ സസ്പെൻഡഡ് ആയി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയറിന് അറിയാമായിരുന്നു വിനി അടക്കം 4 പേർക്ക് സസ്പെൻഷൻ ത്രെട്ട് ഉണ്ട് എന്ന്. പക്ഷെ അദ്ദേഹം അതൊന്നും കൂസാതെ തന്നെ തൻ്റെ ബെസ്റ്റ് 11 കൊളംബിയക്കെതിരെ കളിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിനിക്ക് യെല്ലോ കാർഡ് കിട്ടുകയും അദ്ദേഹം ക്വാർട്ടർ ഫൈനലിൽ ഇല്ല എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ കോപ്പ അമേരിക്കയിൽ വിനി 3 മത്സരങ്ങളാണ് ബ്രസീലിന് വേണ്ടി ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചു. ഈ 3 കളികളിൽ നിന്ന് 2 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. 125 മിനിറ്റ്സ് ടു സ്കോർ എ ഗോൾ, അതായത് 125 മിനിറ്റ്സ് പെർ ഗോളാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളത്. 4 ഷോട്ടുകളാണ് ആകെ അദ്ദേഹം അടിച്ചത്. അതിൽ 2 ഓൺ ടാർഗറ്റ് ആയിരുന്നു. 5 ക്രിയേറ്റീവ് ആയിട്ടുള്ള പാസുകൾ, 5 കീ പാസുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ഒരു ചാൻസും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം നോക്കുക. 21 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ 7 കഴിഞ്ഞ കളിയിലെ കണക്ക് വെച്ചിട്ടാണ് അത് 7 ആയത്. 2 യെല്ലോ കാർഡുകൾ അദ്ദേഹം നേടുകയും ചെയ്തു. സോ സസ്പെൻഡഡ് ഫോർ ക്വാർട്ടർ ഫൈനൽ. അത്ര മികച്ച പ്രകടനമല്ല. ആദ്യ കളിയിലും മോശമായിരുന്നു, 2-ാമത്തെ കളിയിൽ നന്നായി കളിച്ചു, 3-ാമത്തെ കളിയിൽ മോശമായി. ഇപ്പോൾ ചില ബ്രസീലിയൻ ആരാധകരൊക്കെ പറഞ്ഞ വിനി ബാക്ക് ടു നോർമൽ, ബ്രസീൽ ടീമിൽ ബാക്ക് ടു നോർമൽ എന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ്. ഏതായാലും വിനി ഇല്ലാതെ ഉറുഗ്വായ്ക്കെതിരെ കളിക്കുമ്പോൾ അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.